കാലിനെങ്ങനെയുണ്ട്? പറ്റിയാ? പറ്റി തുടങ്ങി. ചെറിയായിട്ട് ഇങ്ങനെ ചൊറിച്ചിലുണ്ട്. വേദനയുണ്ടോ? എന്റെ കയ്യെങ്ങനെയുണ്ട്? കാല പൊറുക്കാത്തത്. കാലിന് വേദനയുണ്ട്. അയ്യോ വേണ്ട വേണ്ട, അനക്കണ്ട. ഇത് ഇച്ചിരി ഇറക്കാൻ കുറഞ്ഞ എന്തെങ്കിലും ഇട്ടിരുന്നെങ്കിൽ അത് തട്ടത്തില്ലേ? ഇറക്കം കുറഞ്ഞ എന്തെങ്കിലും വേണ്ടേ? തയ്ക്കാനും പറ്റില്ല. എന്തെങ്കിലും കഴിച്ചമ്മ? പിന്നെ അവളിപ്പോ എനിക്ക് ആഹാരം തന്നു. ആ പെണ്ണ് എന്ത് ചെയ്യാ ശ്യാമ? അവള് ഇവിടെ ഉണ്ടായിരുന്നല്ലേ, ഇപ്പൊ വന്നിട്ട് അങ്ങോട്ട് പോയതല്ലേ ഉള്ളു. അമ്മേ എങ്ങനെയുണ്ട്? അത് നീ അങ്ങനെ ചോദിച്ചത്? ഇച്ചിരി വർത്താനക്കാരിയാന്ന് തോന്നണ പോരല്ലേ? നീ എന്തോന്നാടി പറയുന്ന പാവപ്പെട്ട പെണ്ണിനെ കുറിച്ച്? പാവം പെണ്ണ്, എന്റെ കാര്യങ്ങളെല്ലാം നിന്റെ കാര്യമൊന്നും നോക്കുന്നില്ലേ? അല്ല എന്റെ കാര്യം നോക്കണ്ട്, എന്നാലും ഭയങ്കര അച്ഛൻ ആത്മാർത്ഥത കൂടണില്ലേന്നൊരു സംശയം. കൂടുതലും ഇല്ല, ആവശ്യത്തിനേ ഉള്ളു. ആപത്തിന് വന്ന് ചെയ്തു തരുന്നതും പോരാ, പിന്നെ ശമ്പളം കൊടുത്തായാലും തന്നോളൂ കഴിക്കാനൊക്കെ. എനിക്ക് അതാത് സമയത്ത് വെള്ളവും കഞ്ഞിയും എല്ലാം തരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല അല്ലേ? ഒരു കുഴപ്പവും ഇല്ല. അല്ല നീ ഇപ്പൊ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല ഒന്നും ഉണ്ടായിട്ടല്ല, നമ്മളോടൊക്കെ സ്നേഹം തന്നെയാ. പക്ഷേ കനകനോട് എങ്ങനെയാ? അങ്ങനെ എല്ലാരോടും പെരുമാറുന്നതൊക്കെ തന്നെ. അതല്ല അമ്മേ, ഇപ്പൊ നമുക്കാണല്ലോ അസുഖം. ആ പെണ്ണ് നമ്മളെ നോക്കിയാ മതിയല്ലോ. ഒരു പെണ്ണ് വീട്ടിൽ വന്നത് നമുക്കൊക്കെ അസുഖം. അപ്പൊ ഒരു ചെറുക്കൻ എന്തെങ്കിലും ഒരാൾ വെള്ളം എടുത്തു കൊടുക്കും, എന്തെങ്കിലും ചെയ്യുന്നത് കുറ്റമാണോ? കുറ്റല്ല, ഞാൻ കുറ്റല്ല പറഞ്ഞമ്മേ. പിന്നെ എന്നാലും അമ്മ ഒന്ന് ശ്രദ്ധിക്കണം. നീ ആവശ്യമില്ലാത്തടത്തോട്ട് കിടക്കണ്ട കേട്ടാ. കൊള്ളാല്ല പറഞ്ഞ് പാവപ്പെട്ട പെണ്ണ്. ഇവിടെ ആർക്കും കുഴപ്പമില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ചുമ്മാ ഇനി ഓരോന്നെങ്കിലും. എന്റെ കാല് ഭേദമാവുന്നവരെ അവളിവിടെ നിർത്തണം. നിങ്ങൾ അടിച്ചോടിച്ച് കളയരുതേ, ഒന്നും രണ്ടും പറഞ്ഞു. ഒന്നേ അതുകൊണ്ടൊന്നും ചോദിച്ചാൽ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും എടുക്ക കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വേണോ? ഞാൻ പോയി എടുത്തോണ്ട് വരാം. അതടി അങ്ങനെ എനിക്ക് അവള് കൊണ്ട് തരും. നിനക്ക് കയ്യും കാലും വയ്യാതെ എവിടെയെങ്കിലും കൊണ്ട് തട്ടാനും മുട്ടാനും ഇതൊക്കെ ഒന്ന് കുറേ ഞാനൊന്ന് പോയി മേല് കഴുകിട്ട് വരാം. ഞാൻ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. പോട്ടെ. പുള്ളി ഇടന്നില്ല പതുക്കെ. അളിയോടെ ഉണ്ടായിരുന്നല്ലേ? നിങ്ങൾ വന്നേ. എന്താ വാളിയാ? എന്താ ഓഫീസിൽ പോയില്ലേ? ഇന്ന് പോയില്ല. ഇന്ന് എന്താണെന്ന് അറിയില്ല, ഒരു അബദ്ധം പറ്റി. സാധാരണ അങ്ങനെ സംഭവിക്കാത്തതാണ്. സംഭവിക്കും, നമ്മളൊക്കെ ആണുങ്ങളല്ലേ. അപ്പൊ ഇതുപോലെ ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കും. പക്ഷെ നമുക്ക് കുടുംബമുണ്ട് എന്നുള്ളൊരു കാര്യം മറക്കരുത്. എനിക്ക് പറ്റിയ അബദ്ധവും കുടുംബവും തമ്മിൽ എന്താ ബന്ധം? ഇനി പറ്റിയത് പറ്റി. ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാവരുത്. ഇന്നത്തോടെ അതങ്ങ് അവസാനിപ്പിച്ചാണ്. നീ എന്തായി പറയണം? നമ്മുടെ കുടുംബത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു ഇതിൽ ചീത്തപ്പേരുണ്ടായിട്ടില്ല കേട്ടോ. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് തുറന്നു പറ. എന്റെ ആളിയെ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. നീ പറയാനുള്ളത് തെളിച്ച് പറയാന്ന്. ഞാൻ പറയുന്ന കാര്യം ഹോം നേഴ്സിന്റെ കാര്യമാണ്. ഹോം നേഴ്സിന്റെ കാര്യം എന്താണ്? അവളെ ഇനി ഇവിടെ അങ്ങനെ അധികം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അവളെ എത്രയും പെട്ടെന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ അമ്മയെ പിന്നെ നീ നോക്കൂ. തങ്കത്തിനെ നോക്കിക്കൊണ്ടിരിക്കും നീ. അമ്മയും തങ്കത്തിനെയൊക്കെ നമുക്ക് നോക്കാം. ആ നോക്കണേൽ ഇച്ചിരി കുറവ് വന്നാലും ആരും ഒരു പരാതിയും പറയില്ല. എന്നാ പിന്നെ ഇത് ആദ്യം ചെയ്യായിരുന്നല്ലോ. നീ കൂടെ തീരുമാനിച്ചിട്ടല്ലേ മറ്റേ ഹോം നേഴ്സിനെ കൊണ്ടുവന്നത്? അളിയാ തീരുമാനിക്കാൻ ആലോചിക്കാൻ കൊണ്ടുവരികയും ചെയ്തപ്പോ ഇങ്ങനെയൊന്നും ആവുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. എങ്ങനെയായി അവള് നിന്നെന്തെങ്കിലും ചെയ്തോ? നീ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അളിയാ. പാട്ടിന് പോലെ എന്റെ അളിയാ, ഇത് വലിയ ദോഷമാണ് നമുക്ക്. എന്ത് ദോഷം? നിനക്ക് തലയ്ക്ക് ഓളുണ്ടോ? അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു. എനിക്ക് സൗകര്യമില്ല, അവളവിടെ നിൽക്കും. എന്റെ അളിയാ നീ ചുമ്മാ ഇതിന്റെ ക്ലീറ്റസ് അളിയാ, നിനക്ക് നിന്റെ ഗൗരവം അറിഞ്ഞിടത്തോണ്ടാണ്. ഇത് കുടുംബം ആകെ പ്രശ്നമാവും. ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. കേക്കണ്ട, ആരും കേക്കണ്ട. ഞാൻ പറയണത് ഇവിടെ ആർക്കും വിശ്വാസമില്ലല്ലോ. അനുഭവിച്ച് പഠിക്കട്ടെ, അല്ലാതെ ആരോട് പറയാനാണ്? പറഞ്ഞാൽ മനസ്സിലാവാത്തവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലെങ്കിൽ ഞാൻ പറയണ മനസ്സിലാക്കാനുള്ള ശേഷിയുള്ള ഒരെണ്ണത്തിനില്ലല്ലോ. എന്നാ അഴുക്കാടാപ്പ ഇതിലൊക്കെ. മാസം ഒന്നായി തോന്നുന്നു കഴുകിയിട്ട്. ചേട്ടാ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇവിടെ
ഉള്ളതുകൊണ്ട് ഉണ്ടായിരുന്നു. ചേട്ടാ പോവാന്നോ? ഈ ബക്കറ്റ് ഇങ്ങോട്ട് എടുത്ത് തന്നിട്ട് പോ. ബക്കറ്റോ? ആ ഈ ബക്കറ്റിലെ വെള്ളം ഇങ്ങനെ എടുത്ത് തന്നിട്ട് പോ. ഞങ്ങൾ ഇവിടെ മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുള്ളൊരു കുടുംബമാണിത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കിയാൽ കൊള്ളാം. ചേട്ടാ അതെന്താ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്, അത്രേ ഉള്ളൂ. ചേട്ടാ അവിടെ നിന്ന് എന്നെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറഞ്ഞിട്ട് പോ. കൈവിട്. ചേട്ടാ പോകാൻ പറ്റട്ടെ, കാര്യം പറഞ്ഞിട്ട് പോയി. ആരെങ്കിലും കണ്ടട്ടെ. ചേട്ടാ പറഞ്ഞിട്ട് പോയാൽ മതി, എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ഞാൻ വെറുതെ പറഞ്ഞു, വിഷമിക്കേണ്ടത് ഞങ്ങളല്ലേ. കൈവിട്ടെ. ചേട്ടാ പോകാൻ പറ്റട്ടെ, ചേട്ടാ പോകാൻ പറ്റട്ടെ. കൈ വിടാൻ പറ. ഇങ്ങോട്ട് വന്നിട്ടോ, ഇങ്ങോട്ട് വരാൻ. ശരിയില്ല. നിങ്ങൾ എന്തേ മുഖം തിരിച്ചു കളയണേ? കൊള്ളൻ കണ്ട് ഞാനല്ല. നിങ്ങൾ എന്ത് കാര്യത്തിന് അവളെ മണപ്പിച്ച് അവളുടെ പുറകെ പോയി നടക്കണേ? എന്റെ തങ്കം, എന്റെ തങ്കൊന്നൊന്നും വിളിക്കണ്ട. ഞാൻ അത്ര മന്ദബുദ്ധിയൊന്നും അല്ല. പുറത്തോട്ട് ഞാൻ ഇറങ്ങൂല എന്നുള്ളത് നല്ല അറിയാവുന്നതുകൊണ്ടല്ലേ ഇപ്പൊ ഈ പണി കാണിച്ചത്? നിങ്ങൾ എന്തിനാ പോയതെന്നുള്ളതൊക്കെ എനിക്കറിയാം. എന്തിനാ ഒരാണ് പെണ്ണിന്റെ പുറകെ പോകണമെന്നുള്ളത് നന്ന വ്യക്തമായിട്ട് എനിക്കറിയാം. എന്നിട്ട് നിങ്ങളുടെ ഈ കണ്ണത്തിനെ മറിക്കാൻ വേണ്ടിയിട്ടില്ലേ പാവം അവനെ നിങ്ങൾ ഈ മാതിരി കുറ്റം പറഞ്ഞത്? അവൻ എന്ത് ചെയ്തെന്നാ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളിപ്പോ കാണിച്ച എന്ത് വൃത്തിയേടാ? ഞാൻ അവിടെ പോയപ്പോ അവൾ എന്നോട് പറഞ്ഞു, മനുഷ്യനിവിടെ പട്ടി പണിയെടുക്കണ പോലെ പണിയെടുത്താലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റൂലല്ലോ നിങ്ങൾക്ക്. അവക്ക് വെള്ളം കോരി കൊടുക്കണ എന്താ അവിടെ കാണിച്ചു കൂട്ടിയത്? കുറെ നേരം ഞാൻ മാറിന്ന് നോക്കണത്. ഞാൻ പൊട്ടിയാന്ന് വിചാരിച്ചോ നിങ്ങള്? എന്റെ കയ്യെ പാടില്ലാതായിട്ടുള്ളൂ. നീ പറയുന്നത് എന്താണെന്ന് ആ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. കണ്ണ് തെറ്റി ഇത്രയും നാള് ഞാൻ ഇങ്ങനൊരു സൂക്കേടുണ്ടെന്നുള്ളത് അറിയില്ലായിരുന്നു എനിക്ക്. തൂലിയെടുത്തോളം കൊണ്ടപ്പോ ഇറങ്ങി പോയേക്കണ്. ആ കൊച്ചവിടെ ഇരുന്നോട്ടെ, കൊച്ചും കേക്കട്ടെ. തന്നപ്പോ ഞാൻ പശ്ചാത്തപിച്ചോളാം. നേരം നോണൊന്ന് പറഞ്ഞുണ്ടോ നിങ്ങക്ക്? ഞാൻ അവിടെ എന്തിനാ പോയെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുതിട്ട്. ഇനി ചെയ്തത് പോലെ എന്നിട്ടൊന്ന് പ്രസംഗിക്കണോ? ഞാൻ എന്ത് ചെയ്തു തങ്കം? ഞാൻ കണ്ടെന്ത് ചെയ്തെന്നുള്ളത് നിങ്ങളോട് ആര് പറഞ്ഞിപ്പോ അവിടെ ആലക്കല്ലിന്റെ ചോട്ടി പോയി നിൽക്കാൻ? അങ്ങോട്ട് പോയപ്പോ അവിടെ നിൽപ്പുണ്ടായല്ലോ. നിങ്ങൾ അവളെ അത്ര അങ്ങോട്ട് മതി മറന്നു പോയോ അവളെ കണ്ടപ്പോ തന്നെ നിങ്ങക്ക്? എന്റെ കയ്യിലൊന്നൊരൊന്നും കിട്ടാഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം കൂട്ടിക്കോ. എന്നിട്ട് അവനെ കുറ്റം പറയണ്. അവൻ അങ്ങനത്തവനാണ് ഇങ്ങനത്തവനാണ്, അവന്റെ കുടുംബം തകരും. നിങ്ങളുടെ കുടുംബം പൊക്കോട്ടെ അല്ലേ? 10-11 വയസ്സുള്ള മോളില്ലേ നിങ്ങക്ക്? നോണയില്ലാത്ത മനുഷ്യൻ. ഇനി പേര് പറഞ്ഞിട്ട് പഠിക്ക് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ശുശ്രൂഷിക്കാൻ അവരെല്ലാവരും ഉണ്ട്. നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ എന്റെ ഭർത്താവാ, അതോർത്തോ. തോരൻ കിട്ടിയിട്ടുണ്ടെങ്കിലും പിന്നെ 17 വയസ്സല്ലേ? ആ പെണ്ണിനല്ല കുഴപ്പം, ഇതിനാ കുഴപ്പം മുഴുവൻ. എന്തിനാ ക്ലീറ്റസ് നീ എന്നെ ഒറ്റക്ക് കാണണമെന്ന് പറഞ്ഞത്? അതെ, ഇച്ചിരി ഗൗരവമുള്ളൊരു വിഷയം സംസാരിക്കാനാണ്. ഈ വിഷയം ഞാനും നീയും അല്ലാതെ വേറൊരാൾ അറിയരുത്. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. അതെ, മിക്കവാറും ഇങ്ങനെ പോണെങ്കിൽ ഈ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്താടാ അതിനു വേണ്ടി എന്താ ഉണ്ടായത്? ആ ജമന്തി കൊച്ചു വഴിയാധാരമാവും. ജമന്തി എന്തിനാ വഴിയാധാരമാണത്? കനകൻ ജീവനോടെ ഇല്ലേ? അവൻ ജീവനോടെ ഇരിക്കുന്നതാണ് കുഴപ്പം. എടാ നീ വളച്ച് കെട്ടാതെ എന്നോട് മനുഷ്യന് മനസ്സിലാകണ പോലെ ഒന്ന് പറഞ്ഞതാ. അതെ, നീ ഹോം നേഴ്സ് എന്നും പറഞ്ഞ് ഒരുത്തി എവിടെ കൊണ്ട് ഏർപ്പാടാക്കിയല്ലോ. ആ അമ്മയുടെ കാര്യങ്ങൾ നോക്കാനല്ലേ? ആ, അവളിപ്പോൾ അമ്മയുടെ കാര്യങ്ങളല്ല നോക്കണേ, പിന്നെ അവൾക്ക് കനകന്റെ കാര്യങ്ങൾ നോക്കാനാ ശ്രദ്ധ. എന്താ നീ പറഞ്ഞു തന്നെ? എനിക്ക് മനസ്സിലാകണല്ലോ. അവളും കനകനുമായിട്ട് അവിഹിതം. അവിഹിതം. നീ വെറുതെ തോന്നിവാസം പറയാൻ നിൽക്കരുതട്ടാ ക്ലീറ്റസ്. മൂറിയാൻ ഞാൻ അടിച്ചു പൊളിക്കും. നിനക്ക് എന്താ പൈസക്ക് വല്ല ആവശ്യമുണ്ടാ? എടാ ഞാൻ എൻ്റെ ഫാസില ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഈ വീടിൻ്റെ പല സ്ഥലത്ത് വെച്ച് ഇവർ തമ്മിൽ അവിഹിതം.
എടാ ക്ലീറ്റസ്, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കരുത്. നീ കനകനെ കുറിച്ച് എന്ത് വേണേലും പറഞ്ഞോ, ഈ ജാതി കാര്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. നീ വേറെ എന്തെങ്കിലും പറയാൻ നോക്ക്. എടാ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നീ ഒരു പ്രായപൂർത്തിയായി ഒരുത്തരല്ലേടാ. എടാ നീ ആളുകൾ പണിക്ക് പോകുമ്പോ നീ ഇവിടെ കണ്ണും വെച്ച് ചുറ്റിത്തിരിയണ എന്തിനാടാ അതിന്റെ പുറകെ? എന്നിട്ടല്ലേ നീ ആവശ്യമില്ലാത്തതാണ്, നിന്റെ മനസ്സ് കൊള്ളരാത്തതാണ്. ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഇതെല്ലാം കണ്ടെത്തി. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിനു മുമ്പേ ഇവിടെ ആകെ പ്രശ്നങ്ങളായി. എല്ലാം കണ്ടെത്തി എന്ന് പറയണ്ടല്ലോ. നീ വെറുതെ കുടുംബം കലക്കാൻ നോക്കല്ലേട്ടാ ക്ലീറ്റസ്. നിനക്ക് വല്ല കാര്യമുണ്ടോ ഇതിൽ? കുടുംബം കലക്കാൻ നീയാണ് ശ്രമിക്കുന്നത്. നീ വിളിച്ചോണ്ടത് ഏർപ്പാടാക്കി അവളെ. എനിക്ക് തോന്നുന്നു നീ ഇത് മനഃപൂർവ്വം കരുതി കൂട്ടി കൂട്ടുകാരനെ തകർക്കാൻ തന്നെ. എന്റെ കൈ മേടിക്കുന്നു. എടാ അമ്മക്കും ജമന്തിക്കും പാടില്ലാഞ്ഞിട്ടല്ലേ അമ്മ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയത്. എടാ അതിന് വേറെ ഏതെങ്കിലും ഒരു നല്ല ഒരെണ്ണം പാവപ്പെട്ട ഒരെണ്ണത്തിനെ കൊണ്ട് നിർത്തിക്കൂടെ? ഇങ്ങനെയുള്ള ഇവളൊക്കെ വീട്ടിൽ കയറ്റാൻ. ഇവള് എന്ത് ചെയ്തെന്നാണ് നീ പറയണ? എടാ ഇപ്പൊ വന്ന് എനിക്ക് സമാധാനം ഇല്ലാതായൊക്കെയാണ്. ഇപ്പൊ തോന്നിയ ദിവസം കാണിക്കുന്ന മുഴുവനും അവനും ഇപ്പൊ തങ്കൾ സംശയിക്കുന്നത് എന്നെയാ. അപ്പൊ അതാണ് കാര്യം. അത് ശരി. എന്ത് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. എന്ത് ഞാൻ ഒരു കാര്യം പറയാം, അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്ക്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ആ ജമന്തി കൊച്ച് എന്തെങ്കിലും കടുങ്കൈ കാണിക്കും. അങ്ങനെ വല്ല സംഭവിച്ചാൽ ഞാൻ നിന്റെ പേര് പറഞ്ഞു കൊടുക്കും. ക്ലീറ്റസേ, അവക്ക് ശമ്പളം കൊടുക്കണ നീയല്ലല്ലോ. നിന്നോട് 10 പൈസ അവൻ ചോദിച്ചിട്ടുമില്ലല്ലോ. എടാ ശമ്പളം വേണമെങ്കിൽ ഞാൻ കൊടുക്കാം, പക്ഷെ ഇതിനെ എവിടെ നിന്ന് എങ്ങനെയും ഒഴിവാക്കിയിട്ട് വേറെ കൊണ്ട് നീ ഏർപ്പാടാക്കിത്താ. ക്ലീറ്റസേ, നീ എന്നോട് പറഞ്ഞത് ഇത് പറഞ്ഞ് നീ പുറത്തിറങ്ങിയെങ്ങാനും ഇത് ആരോടെങ്കിലും പറഞ്ഞ കനകൻ അല്ല നിന്നെ ഒന്നും ചെയ്യേണ്ടത്, ഞാനായിരിക്കുള്ളൂ. ഉള്ള കാര്യം പറഞ്ഞ കേട്ടാ. കുടുംബത്ത് തന്നെയാണ് ഊളത്തരം പറഞ്ഞുണ്ടാക്കണ വൃത്തികെട്ടവന്. അപ്പൊ നിനക്കത് കാണിക്കാലടാ, സ്വന്തം കൂട്ടുകാരൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെ കാണിക്കണം. വീട്ടിൽ വന്ന് തല്ലി എന്നുള്ള ഒരു ചീത്തപ്പേര് എനിക്ക് ഇല്ലാതിരിക്കാൻ ഞാനിപ്പോ പോണേണ് ക്ലീറ്റസേ. ഇനി മേലാ നീ എന്നെ ഈ കാര്യം പറയാൻ വിളിക്കരുത്. എത്ര കഷ്ടമാണിത്. ഒരു ഒറ്റ ഒരുത്തിന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. ഇതിപ്പോ ആകെ കുഴപ്പമായി. എന്റെ കർത്താവെ, നീയെങ്കിലും ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ഈ വീട്ടിൽ നടക്കുന്നത് എന്താണെന്നുള്ളത്. അതെ, എന്റെ അലമാരയിൽ നിന്ന് 15,000 രൂപ കാണാതെ പോയിട്ടുണ്ട്. ഞാൻ ഇന്ന് ബാങ്കിൽ അടയ്ക്കാൻ വേണ്ടി വെച്ചിരുന്ന പൈസയാണ്. അത് കാണാനില്ല. അപ്പോ അത് ആരെടുത്തെന്ന് എനിക്കറിയണം. എനിക്കറിയോ. ഞാൻ ജമന്തിയോട് ചോദിച്ചു, അമ്മയോട് ചോദിച്ചു, ഇവരാരും കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിന്നെന്താ വല്ല പൊട്ടനും കടിച്ചോ രാവിലെ? ഞാൻ അങ്ങോട്ട് വന്നോ നിന്റെ പൈസ എടുക്കാൻ വേണ്ടി? നീ വന്നില്ല, പക്ഷെ അവൻ വന്നല്ലോ. അവൻ വന്നില്ലേ? കനക, വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ക്ലീറ്റോ കട്ടൊന്നും എടുക്കൂല നിന്റെ ഒരു മുതൽ. എന്ത് കട്ടെടുക്കില്ല? നീ കണ്ടിട്ടുണ്ടോ ക്ലീറ്റോ കട്ടെടുക്കണേ? അതിന് മുമ്പ് എടുത്തിട്ടില്ലേ? എന്റെ പൈസ ചിലപ്പോൾ എടുക്കും, അല്ലാതെ അവിടെ നിന്ന് വന്ന് ഒന്നും മോഷ്ടിച്ചിട്ടില്ല ഇതുവരെ. അനാവശ്യം പറയരുതിട്ടാ. ക്ലീറ്റസേ, കനക ക്ലീറ്റോ എടുത്തിട്ടില്ല. ചോദിക്കട്ടെ. അതെ, എന്റെ ഒരു 15,000 രൂപ കാണാതെ പോയിട്ടുണ്ട്. ഞാൻ അലമാരയിൽ വെച്ചിരുന്നു. ഇന്ന് അത് ബാങ്കിൽ അടക്കേണ്ടതാണ്. ആ പൈസ കാണാനില്ല. കാണാതെ പോയല്ലോ, നന്നായി. നീ പോക്കൃത്തരം പറയാൻ നിൽക്കരുത് കേട്ടാ. നീ പൈസ എടുത്തിട്ടാണെങ്കിൽ ആ പൈസ എനിക്ക് തിരിച്ചു തന്നു. അതാ നിനക്ക് നല്ലത്. നീ എന്റെ വീട്ടിൽ കയറുമെന്ന് തോന്നിയ ദിവസം പറയരുത്. നിനക്ക് പൈസ ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കാൻ നീ പഠിക്കണം. അപ്പൊ നീ പൈസ എടുത്തിട്ടില്ലേ? കനക, നീ കളിക്കരുത്. വീട്ടിൽ അവരാരും എടുത്തിട്ടില്ല. പിന്നെ ഈ പൈസ എവിടെ പോവും? ഞാനിവിടെ 500 1000 എവിടെ എടുക്കും എന്ന് വെച്ചിട്ട് കണ്ടവന്റെ വീട്ടിൽ കയറുന്ന പൈസ എടുക്കുന്ന സ്വഭാവം ക്ലീറ്റസിന് ഇല്ല. നീ ഇന്നലെ വീട്ടിൽ വന്നില്ലടാ. അതുകൊണ്ട് ഞാൻ പൈസ എടുക്കണടാ. ഇതൊക്കെ എനിക്കറിയാം. 2 കുടുംബമൊക്കെ നോക്കുമ്പം ആൾക്കാർക്ക് പൈസ അധികമായിട്ട് ചെലവാവും. എന്നിട്ട് അത് ഞാൻ എന്റെ കുടുംബം ഞാനല്ലേ നോക്കുന്നത്, നിങ്ങളല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണത്. പിന്നെ ഏത് കുടുംബം എനിക്ക് വേറെ? നിനക്കൊന്നും അറിയില്ലല്ലേ? എന്നാലേ നിന്റെ പൈസ ഞാൻ എടുത്തിട്ടില്ല, അത്രയും പറഞ്ഞാൽ മതി. എന്തൊരു കഷ്ടമാണ്. നിക്കി, എന്ത് നീ എടുത്തിട്ടില്ലേ? എന്റെ പൊന്നളിയാ, ഞാൻ നിന്റെ പൈസ എടുത്തിട്ടില്ല. അളിയാ, ഇത് 1-2 രൂപയല്ല, 10-15,000 രൂപയാണ്. നീ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു താ. ഇടാ, നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത്, ഇവിടെ ആരും എടുത്തില്ല. നീ എന്ന് എല്ലായിടത്തും പരിശോധിക്കുന്ന അത്ര വിശ്വാസക്കേടാണെങ്കിൽ. അല്ലടി, ഞാൻ അവരോടൊക്കെ ചോദിച്ചു. പിന്നെ ഈ പൈസ എവിടെ പോകുന്നു? അത് നീ വെച്ച സ്ഥലം മാറിപ്പോയിട്ടുണ്ട്. അവിടെ ശരിക്കും ഒന്ന് നോക്ക്, അപ്പൊ കിട്ടും. പൈസ കാണില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അങ്ങോട്ട് തുള്ളിക്കൊണ്ട് ഇങ്ങോട്ട് വരും. ഞാനായതുകൊണ്ടായിട്ട് ഇതിനൊന്നും പറയാത്തത്. നല്ല സങ്കടം ഉണ്ട് എനിക്ക്. അപ്പൊ ഈ പൈസ പോയത് ചോദിക്കണ്ടേ? അളിയാ, ഞാൻ പറയുന്നത് അളിയനൊന്ന് സമാധാനമായിട്ട് കേൾക്കുമോ? നമ്മളെ വീട്ടിൽ ഇന്നേ വരെ ഇത്രയും പൈസ ഇതിനു മുമ്പ് മോഷണം പോയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ പുതുതായിട്ട് ആരാ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ? ഇപ്പൊ പുതുതായിട്ട് വന്നത് ഹോം നേഴ്സ് മാത്രമേ ഉള്ളൂ. മതിയല്ലോ, അവൾ എടുക്കില്ലാന്ന്. ഇതാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. അവൾ എന്താണ് ഇവിടെ വന്ന പറഞ്ഞാൽ എല്ലാവരുടെയും സ്നേഹമൊക്കെ ഒന്ന് പിടിച്ചു പറ്റി എല്ലാവരോടും ഭയങ്കര ബഹുമാനമൊക്കെ കാണിച്ച് മോഷണത്തിന്റെ മെയിൻ ആൾക്കാരുടെ സ്വഭാവം ഇതാണ്.
അളിയ ഇത് അവള് തന്നെയാണ് എടുത്തിട്ടുള്ളത്, എനിക്ക് ഉറപ്പുണ്ട്. അവളെടാ ജമന്തി അമ്മേനെ നോക്കുന്നതിനൊക്കെ കൂടുതൽ നന്നായിട്ട് അവള് നോക്കുന്നുണ്ട്. നോക്കും. അപ്പൊ പിന്നെ അവൾക്ക് ധൈര്യമായിട്ട് ഇത് എടുക്കാമല്ലോ, കാരണം ആരും അവളെ സംശയിക്കില്ല. മാത്രമല്ല എൻ്റെ പൊന്നളിയ, ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഒരുത്തൻ വന്നു കണ്ടു ഓട്ടോയിൽ. ഞാൻ അവനോട് ചോദിച്ചാൽ പറഞ്ഞു അത് അവളുടെ ആങ്ങളെന്നോ വകയിലെ സഹോദരനോ എന്തൊക്കെ പറഞ്ഞു. പൈസ അവൻ്റെ കൊടുത്തു വിട്ടിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ആ വിവരം അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞാൽ പോയില്ലേ എളിയ, കള്ളി വിളിച്ചിട്ടാവൂലേ. അവൾ നോക്കുമ്പോൾ എന്താണ്, ഇവിടെ എല്ലാവരും അവളോട് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്നു, സർവ്വ സ്വാതന്ത്ര്യമല്ലേ, എന്ത് വേണമെങ്കിലും ആവാമല്ലോ. അപ്പൊ പിന്നെ അടിച്ചോണ്ട് പൊക്കൂടാത്ത എന്ത് ആയിരിക്കും മോനെ? ഒന്നാമത്തെ ഈ ജാതികളൊക്കെ എവിടെ നിന്ന് വന്നെ എങ്ങോട്ട് പോകണമെന്ന് ആരറിയണം? നമുക്കറിയോ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ്? എവിടെയോ കിടക്കണ ഒരുത്തി, എന്താണ് അവളുടെ സ്വഭാവം, എന്താണ് അവളുടെ ബാക്ക്ഗ്രൗണ്ട്, ഒന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ ഇനിയിപ്പോ ഒന്നും വേണ്ട, അളിയൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു നോക്ക്, ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും, സത്യം പറയടി എന്ന് പറഞ്ഞാൽ അവളെ എല്ലാം തത്ത പറയും പോലെ പറയും. എന്നാ പിന്നെ അതാ നല്ലത്, പോലീസിനെ വിളിക്കാം. പോലീസിനെ വിളിച്ചു വരുത്തില്ല, അത് അതിനേക്കാളും മണ്ടത്തരമാണ് കളിയുക. അവസാനം അവള് പറയും ഇല്ലാ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു, ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു. നമ്മൾ 2 ആണുങ്ങളൊക്കെ വീട്ടിലുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു അവസരമാണ്, അവൾക്ക് എന്താ ഇനി കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ കൊടുത്തിട്ട് പറഞ്ഞു വിടാൻ നോക്കും. ഇപ്പൊ നമുക്ക് ഇത്രേ പോയിട്ടുള്ളൂ. അവൾ ഇനി ഇവിടെ നിന്നാൽ പലതും നഷ്ടപ്പെടും. മാനം പോവും, അല്ല നല്ലത് അങ്ങോട്ട് പറഞ്ഞു വിടുന്നതാ. ചോദിക്കാനും പറയാനും നിക്കണ്ടാട്ടാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ പൈസ കാണാതെ പോയി, അടുത്ത കാണാതെ പോണതേ നിന്റെ ആങ്ങളെ ആയിരിക്കും. എന്റെ ആങ്ങളെ പോകില്ല, നിങ്ങൾ പോകും, ഞാൻ കണ്ടതാ. ഓ ഞാന് പൊട്ടന്മാരെ മരിയും. ഇത് ശരിക്കും അവളെ വിളിച്ച് ചോദിക്കുകയാണ് വേണ്ടത്. അവൾ എടുത്തിട്ടുണ്ടോ എടുത്തോ ഇല്ലയോ എന്നുള്ള ഇപ്പോഴും അറിയില്ലല്ലോ. വേണമല്ലേന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്നാ ചോദിക്കടാ. അപ്പൊ പോലീസുകാർ അറിയും, പിന്നെ ആവശ്യമില്ലാത്ത കഥകൾ അറിയും. ചുമ്മാ മിണ്ടാതിരുന്നാ ഇരിക്കാവോ അവിടെ എവിടെയെങ്കിലും? വിളിച്ചിറക്കുന്ന ആ ഫാസിലോടെ വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കാണ്. ഏട്ടാ ഞാൻ പറഞ്ഞു ഇങ്ങനെ ബഹളം വെക്കല്ലേ, അമ്മയുടെ അടുത്തൊക്കെ യാത്ര പറയായിരിക്കും. ഓ പിന്നെ ഇനിയിപ്പോ യാത്ര പറയാനാ. ചേച്ചി ആ ഇറങ്ങിക്കോ, ഫാസിൽ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 മാസത്തേക്കാന്ന് പറഞ്ഞല്ലേ ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പൊ ഈ ഒരാഴ്ച ആയപ്പോഴത്തേക്കും എന്താ മോളെ എന്നെ ഇങ്ങനെ പറഞ്ഞു വിടാൻ കാര്യം? എനിക്ക് തോന്നുന്നു ഇവിടെ ആ പൈസ കളഞ്ഞു പോയത് ഞാനാണോ എടുത്തെന്ന് സാറിന് വല്ല സംശയമുണ്ട് സാറേ? സത്യമുണ്ട് സാറേ, ഞാൻ ആ പൈസ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നിങ്ങളെയൊക്കെ എൻ്റെ സഹോദരപ്പരെ ഞാൻ കണ്ടത്. അമ്മയാണ് എൻ്റെ അമ്മയെ നോക്കുന്ന പോലെ ഞാൻ നോക്കിയത്. പക്ഷെ നിങ്ങളെല്ലാവരും കൂടെ എന്നെ കള്ളിയാക്കിയെന്ന് തോന്നുന്നു. ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. എന്നാലും സാറിന് അങ്ങനെ ഒരു സംശയം ഉണ്ട് എന്നെ, എനിക്ക് മനസ്സിലായി. അവൻ അങ്ങനെ നിൽക്കുള്ളൂ, അല്ലാതെ അവന് സംശയമൊന്നും ഉണ്ടായിട്ടല്ല. ഇറങ്ങിക്ക് ഇപ്പൊ എല്ലാവരും ഇവിടെ തിരിച്ചു വന്നല്ലോ, ഇനിയിപ്പൊ അങ്ങനെ ഒരാളുടെ ആവശ്യമില്ലാന്ന് ഓർത്തിട്ടാ. ഞാനിവിടെ ആകെ 15 ദിവസമേ ജോലി ചെയ്തുള്ളൂ സാറ്. പക്ഷെ 1 മാസത്തെ കാശ് എനിക്ക് തന്നു. എന്താ സാറേ വെച്ചോ, എനിക്ക് 5 ദിവസത്തെ കാശ് മതി, ഇത് പിടിച്ചോ. നമ്മളെ സാറിനെ ഏൽപ്പിച്ചായിരുന്നു, എനിക്ക് വേണ്ട സാറേ. പല ഹോം നേഴ്സുമാരും പല വീടുകളിലൊക്കെ കയറി തട്ടിപ്പൊക്കെ നടത്തിയിട്ടുണ്ട്, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അത്ര കാര്യമല്ല ചേച്ചി, ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഇല്ല മോളെ, എനിക്ക് 2 മക്കളുണ്ട്, അവരെ വളർത്താൻ വേണ്ടി ഞാൻ ഈ വന്നിരിക്കുന്നു. സത്യം, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. ഇറങ്ങി ഫാസിലോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെടുത്തിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടാ. പിന്നെ ആരെടുത്തു പൈസ? അവിടെ മര്യാദക്ക് നോക്കിയോ? ഇനി നോക്കാൻ ഒരു സ്ഥലം ഇവിടെ ബാക്കില്ല. എടുത്തിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ കരഞ്ഞോണ്ട് പോവോ? ഈ പൈസ തിരിച്ചു തരുമോ? ശാപായിപ്പോയിന്ന് തോന്നുന്നു. ആ ശാപം ആവട്ടെ. അയ്യോ എന്താണ് കൈ കിടക്ക്. ഇതെന്താ ഇത്? ഗാഡിന്റെ നല്ല കാണാതെ പോയ പൈസ ഇല്ലേ, ആ പൈസ 15,000 രൂപയോ? ആ. അപ്പൊ ഈ പൈസ ഞാൻ തന്നെ എടുത്തു. അപ്പൊ നീ എന്തൊരു ബഹളം വെക്കണ്ട. ഞാൻ ഈ പൈസ എടുത്തു മാറ്റിയത് അളിയൻ്റെ നല്ലതിന് വേണ്ടിയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഈ 15,000 രൂപ കാണാതെ പോയാൽ ഉണ്ടാകുന്ന നഷ്ടമുണ്ടല്ലോ, അതിനേക്കാളും വലിയ നഷ്ടം ആ ഹോം നേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായേനെ. അളിയ സംഗതി നമ്മൾ തമ്മിൽ അത് ഇതൊക്കെ പറഞ്ഞ് വഴക്കടിക്കാറുണ്ട്. പക്ഷേ അളിയന് ഒരു ചീത്തപ്പേരുണ്ടാവുക, അളിയൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അളിയൻ. അതിനു വേണ്ടി ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയൊരു നാടകം തന്നെയാണ് അവളെ പറഞ്ഞു വിടാൻ വേണ്ടി.
ആ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കഴിഞ്ഞല്ലേ. അതെ, ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞു, അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ഓക്കെ, ശരി എന്നാ, ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. ആ ഒന്ന് നിന്നേ. എന്ത് കളിയാ? ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്ത്? അമ്മയുടെ 2000 രൂപ കഴിഞ്ഞ ആഴ്ച കാണാതെ പോയിട്ടുണ്ട്. ആ പൈസ കൂടി വെച്ചേ. എന്താ പൊന്നളിയോ. Alien versus Alien.